ഗോവിന്ദ ഹരിഗോവിന്ദ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ സംബന്ധിച്ച വിവിധ പ്രതിപാദനങ്ങൾ മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാരുടെ ദക്ഷിണകാശി മഹാത്മ്യത്തെ അധികരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രത്യേക വിഷയം നമ്മുടെ സമൂഹ മാധ്യമങ്ങളില് കഴിഞ്ഞ ദിവസങ്ങളില് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടു കാണുന്ന ഒരു വിഷയമാണ് കൊട്ടിയൂരില് വാവിലിക്കെട്ട് എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിച്ച് ഒരു മുസ്ലിം കുടുംബം കൊട്ടിയൂരിലെത്തിയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ. ഇത് സംബന്ധിച്ച് ശ്രീ കൊട്ടിയൂർ ദേവസ്വമോ മലബാർ ദേവസ്വം ബോർഡോ മറ്റേതെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങളോ പ്രതികരിച്ചതായി കണ്ടിട്ടില്ല. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പല തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കാണുന്നുമുണ്ട്. വാവലിക്കെട്ട് എന്ന ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യ ദക്ഷിണകാശി മഹാത്മ്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 1912 പ്രസിദ്ധീകൃതമായ കൃതി എന്ന നിലയിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു നിരീക്ഷണം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുമല്ലോ. വാവലിക്കെട്ട് എന്ന പ്രതിപാദനം തുടങ്ങുന്നത് ചൊന്നേൻ ഞാൻ മനുഷ്യങ്ങൾ എന്ന സംഘം തൃച്ചറുമന്നിൽ ഉത്സവകാലെ വന്നു ചേർന്നിടുമേവം തൽപ്രയോജനങ്ങളും ഒട്ടുചൊല്ലി എന്നാലും അക്കൂട്ടർക്കു വാവലിക്കെട്ടിനുള്ള അധികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതില് മറ്റൊരു പരാമർശം കാണുന്നത് തൃച്ചെറുമന്നുത്സവേ പശ്ചിമ ഭാഗത്തിങ്കൽ മർത്യർക്കു യാത്ര ചെയ്യുവാനി ചിറക്കെട്ടാണത്രേ. കെട്ടിന്റെ അപ്പുറത്തുണ്ട് എപ്പോഴും കുല്യാപഥം തത്തോട് ശുദ്ധി ചെയ്ത ബൗദ്ധന്മാരാകുന്നു പോലും. തൃച്ചെറുമന്നിൽ സർവമർത്യർക്കുമുണ്ട് അവകാശം, ബൗദ്ധനുമിരിക്കട്ടെ ഇത്തരമായിരിക്കാം. ഇത്തരം ചിലർ ചൊല്ലിക്കേട്ടിതു മാത്രമല്ലാതത്തരക്കാരെ പുത്രാപി കണ്ടില്ല ഞാൻ. ഹിന്ദുജാതികൾക്കുള്ള പ്രവൃത്തിയിൽ വമ്പുള്ളോർ ചേരുന്നത് തുമ്പില്ലായ്മയെന്നോതി മറ്റുള്ള ബൗദ്ധ സംഘമൊട്ടേറെ ഹസിക്കയാൽ ബൗദ്ധനീ അവകാശം വിട്ടതെന്നും കേൾക്കുന്നു. ഇതാണ് മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാര് വാവലിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപാദനത്തിൽ പരാമർശിച്ച് കാണുന്നത്. ഗോവിന്ദ ഹരിഗോവിന്ദ.